Good morning, everyone, and welcome back to the new session of renewable energy sources. So, in the last class, we have discussed a couple of methods of the biogas conversion techniques. അല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൈറോലിസിസ് ഒക്കെയാണ് നോക്കിയത്. പൈറോലിസിസ്, ഡയറക്റ്റ് കമ്പഷൻ, തെർമൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തെർമൽ മെത്തേഡിൽ നമുക്ക് ബയോഗ്യാസിന്റെ കൺവേർഷൻസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു we have seen in the last class. Okay, we'll continue our discussion with the conversion techniques in this video also. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് തെർമോ കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും തെർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹീറ്റ്. സോ കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കെമിക്കൽ റിയേജൻസ്, കെമിക്കൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഹീറ്റ് പ്രോസസ് ഉണ്ടല്ലോ, തെർമൽ ആപ്ലിക്കേഷനിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂർ എടുക്കുന്നു എന്ന് വിചാരിക്കുക അതിന്റെ കൺവേർഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കെമിക്കൽ എന്ന് പറയുന്ന ആസ്പെക്റ്റും കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും തെർമൽ പ്ലസ് കെമിക്കൽ എഫക്റ്റ് വരുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ നമുക്കൊരു ഈ 4 മണിക്കൂറിൽ നിന്ന് ചിലപ്പോൾ ഒരു 2.5 മണിക്കൂറിലേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ടൈം ഓഫ് കൺവേർഷൻ. ഓക്കെ, സോ അപ്പൊ തെർമോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബോത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് തെർമൽ, ദാറ്റ് ഈസ് ഹീറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഏതെങ്കിലും കെമിക്കൽ ആഡ് ചെയ്ത് അതിനെ നമ്മൾ കുറച്ചും കൂടെ ആക്സിലറേറ്റ് ചെയ്യും, കാറ്റലിസ്റ്റ് പോലെ ചെയ്യാനാണ് ഈ മെത്തേഡിൽ ബേസിക്കലി നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ thermochemical technologies are used for converting biomass into fuel, gases and chemicals. അപ്പം കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റും അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിൽ ഒരു സാധനം എന്തെങ്കിലും ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതിന് 2 സ്റ്റേജ് പ്രോസസ് ആണ് വരുന്നത്. ഓക്കെ, it involves 2-stage process. So first one എന്താണ്, biomass is heated. So thermal application ഇവിടെ വരുന്നു. So biomass is heated and gas is generated. In the second stage, the gases are condensed into oil. അതായത് ഇവിടെ വരുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസിന് what we do is we convert the gas into oil. അപ്പൊ നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റീം ആവി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ആവിയെ നമ്മൾ കണ്ടൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലിക്വിഡ് ഫോമിലോട്ടുള്ള ഒരു സാധനമായിട്ട് കൺവേർട്ട് ആവുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാചകം ചെയ്യുമ്പോഴത്തേക്കും ഒരു കുക്കറിനകത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആവി നിൽക്കുമായിരിക്കും. നമ്മൾ ആ ഫ്യൂവല് അല്ലെങ്കിൽ ആ തീയെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ആവി ഈ ടോപ്പ് കവർ ചെയ്യുന്ന പോർഷനിൽ ചെന്ന് നിന്ന് അത് ഒരു ലിക്വിഡ് ആയിട്ട് മാറും അല്ലെ വെള്ളത്തിന്റെ തുള്ളികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ ബയോമാസ് ഹീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് വെള്ളത്തിന് പകരം ഓയിൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ബയോമാസിനെ ഹീറ്റ് ചെയ്യുന്നു, ഗ്യാസിനെ ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് ഓയിൽ ആക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കെമിക്കലിന്റെ ആസ്പെക്ട്, അപ്പൊ നമ്മൾ ഇവിടെ ബയോമാസ് തെർമൽ ആപ്ലിക്കേഷൻ കണ്ടു. എവിടെയാണ് കെമിക്കൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ലേ ഓയിൽ. ഈ ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഒരു കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ന്യൂ ഗ്യാസ് വിച്ച് ഇസ് കോൾഡ് സിൻ ഗ്യാസ് എന്ന് പറയും. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് ഓയിലാക്കി ആ ഓയിൽ യൂസ് ചെയ്ത് നമുക്കൊരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് സിൻ ഗ്യാസ് എന്ന് പറയും. ഓക്കെ, ഈ സിൻ ഗ്യാസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ബയോഡീസൽ, നമ്മുടെ സാധാ ഡീസൽ അല്ല, ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൺ ഓഫ് ദ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് സിൻ ഗ്യാസ് ആണ്. ഓക്കെ, സോ ഫോർ ജനറേറ്റിംഗ് പ്രോഡക്ട്സ് ലൈക്ക് ബയോഡീസൽ വി യൂസ് സിൻ ഗ്യാസ് ആസ് വൺ ഓഫ് ദി ingredients. അപ്പൊ ഇതാണ് തെർമോ കെമിക്കൽ കൺവേർഷൻ. സോ it involves the application of both thermal, that is heat, as well as a chemical process. Okay, and it is mainly consisting of a two-stage process. What is the first stage? The biomass is heated and gas is generated. Second stage is what? The gas generated is condensed into oil
and this oil is used to produce syngas. അപ്പൊ സിൻഗ്യാസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ബയോഡീസൽ പോലെയുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സിൻഗ്യാസ് വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. സോ നമ്മൾ നേരത്തെ തെർമോ കെമിക്കൽ കൺവേർഷൻ കണ്ടു. നെക്സ്റ്റ് വി വിൽ സി ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഹൗ വി വിൽ ഡ്രോ ഇറ്റ്. നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കുന്നത്? ഇതിൽ ആദ്യം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട്. ആ ബയോമാസിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബയോഗ്യാസ് അല്ല ആക്ച്വലി, സോ നമുക്കിവിടെ ഒരു ഗ്യാസ് കിട്ടുന്നു. ഈ ഗ്യാസിനെ നമ്മൾ കണ്ടൻസ് ചെയ്യും അല്ലെ? കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു ഓയിൽ കിട്ടും. ഓക്കെ, ആ ഓയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ ആഡ് ചെയ്ത് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സിൻ ഗ്യാസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ്. ഈ സിൻ ഗ്യാസിനെ പ്രോസസ് ചെയ്ത് വാട്ട് വി ഗെറ്റ് വാട്ട് ഈസ് കോൾഡ് ആസ് ബയോഡീസൽ. ഇതാണ് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഞാൻ ഈ സ്ലൈഡ് കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ബയോഗ്യാസ് ഹീറ്റ് ചെയ്ത് ബയോമാസ് ഹീറ്റ് ചെയ്ത് ഗ്യാസ് ആക്കുന്നു. ആ ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് ഓയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓയിലിൽ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് സിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ സിൻ ഗ്യാസിനെ നമുക്ക് പ്രോസസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ബയോഡീസൽ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. സോ തെർമോ കെമിക്കൽ കൺവേർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ബയോകെമിക്കൽ പ്രോസസ്. അപ്പൊ ഇവിടെ ബയോ എന്ന് നമ്മൾ ഇതിൽ നോർമലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ here we use we take the help of microorganisms. Microorganisms എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ, എൻസൈംസ്. സോ ഇതിന്റെയൊക്കെ ഹെൽപ്പ് ഉപയോഗിച്ച് നമ്മൾ ബയോമാസിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ബയോകെമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പ്ലസ് കെമിക്കൽസ്. ഓക്കെ, രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബയോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ കെമിക്കൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ the use of microorganisms or the production of ethanol is one of the techniques in biochemical conversion. So biochemical conversion പ്രൊഡക്ഷൻ, ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എത്തനോൾ. എത്തനോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ ഒരു എന്താണ് കെമിക്കൽ നെയിമാണ് എത്തനോൾ എന്ന് പറയുന്നത്. സോ ദ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ ഈസ് വൺ ഓഫ് ദ ടെക്നിക്സ് ഇൻ ബയോകെമിക്കൽ. ബയോകെമിക്കലിൽ ഒരു വൺ ഓഫ് ദ ടെക്നിക്സ് എന്ന് പറയുന്നത് ഐദർ വി യൂസ് ദ മൈക്രോ ഓർഗാനിസംസ് ഓർ വി ഹാവ് ടു ജനറേറ്റ് എത്തനോൾ. എത്തനോൾ ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് രണ്ട് മെത്തേഡ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനറോബിക് ഡൈജഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫെർമെന്റേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണും. സോ ഫസ്റ്റ് ഇത് 3 ടെക്നിക്സ് അല്ല, 2 ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഇൻ ബയോകെമിക്കൽ കൺവേർഷൻ വി ഹാവ് 2 ടെക്നിക്സ്. സോ ഫസ്റ്റ് വൺ ഈസ് അനറോബിക് ഡൈജഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫെർമെന്റേഷൻ. ഓക്കെ, നമ്മൾ അനറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത് എന്ത് ആണെന്ന് നോക്കാം. സോ എയറോബിക് എന്ന് പറയുന്നത് ഓക്സിജനിന്റെ പ്രസൻസിൽ ചെയ്യുന്ന കാര്യമാണ്. സോ ആനറോബിക് എന്ന് പറയുമ്പോൾ നോ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ പ്രസൻസ് കാണത്തില്ല. സോ ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ നമുക്ക് എങ്ങനെയാണോ ഡൈജഷൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പ്രോസസ്സിനെ അനറോബിക് ഡൈജഷൻ എന്ന് പറയും. സോ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പോഴും ആസ് യൂഷ്വൽ നമ്മുടെ ബയോമാസ് അല്ലെങ്കിൽ ഒരു ബയോ വേസ്റ്റ്.
ഞാൻ പറഞ്ഞല്ലോ ഈ anaerobic digestion എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബയോ കെമിക്കൽ കൺവേർഷൻ ആണ് അല്ലെ? ബയോ കെമിക്കൽ കൺവേർഷൻ. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബയോ വേസ്റ്റ് എടുക്കുന്നു, അതെന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു ബയോ വേസ്റ്റ്, അതിനകത്തോട്ട് നമ്മൾ ബാക്ടീരിയ ഇടുന്നു. ബാക്ടീരിയ ഇടുമ്പോഴത്തേക്കും ഇത് ബേസിക്കലി നമ്മുടെ ഡൈജഷൻ പ്രോസസ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ പ്രോസസ്സ് അതിന് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അതിനകത്തുനിന്ന് ഷുഗർ കിട്ടും, ഫാറ്റ് കിട്ടും, അമിനോ ആസിഡ്സ് കിട്ടും. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. സോ ബയോ വേസ്റ്റ്, അതിൽ ബാക്ടീരിയയുടെ ആപ്ലിക്കേഷൻ വരുന്നു. ബാക്ടീരിയയുടെ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എന്താണ്? ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സ്. ആ രണ്ട് ഇതിലും അടുത്ത സെറ്റ് ബാക്ടീരിയ ഇത് ഫസ്റ്റ് സെറ്റ് ബാക്ടീരിയ. ഓക്കെ, സെക്കൻഡ് സെറ്റ് ഓഫ് ബാക്ടീരിയ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, അമോണിയ, ഓർഗാനിക് ആസിഡ്സ്, ഇത്രയും പ്രോഡക്ട്സ് കിട്ടുന്നു. സോ ഫസ്റ്റ് ബയോ വേസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഓഫ് ബാക്ടീരിയ. With the help of second set of bacteria, we convert the sugar and amino acids into carbon dioxide, hydrogen, ammonia and organic acids. And final stage bacteria plus some chemicals. We convert carbon dioxide, hydrogen, ammonia plus organic acids into biogas and solid waste. So gaseous form നമുക്ക് ബയോഗ്യാസ് കിട്ടും. ഓക്കെ, ഈ ബയോഗ്യാസിൽ ഏകദേശം 55% മീഥെയിൻ കണ്ടന്റ് ഉണ്ട്. അതായത് അതിനെ നമുക്ക് കുക്കിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് 55% എന്ന് പറഞ്ഞാൽ അതിന് ഫ്ലെയിമബിൾ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ സോളിഡ് വേസ്റ്റ് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് there is no need of oxygen in any of these stages. So let me give one more time the explanation. സോ ആദ്യം ബയോ വേസ്റ്റ് വരുന്നു, ആ ബയോ വേസ്റ്റിനെ ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഓഫ് ബാക്ടീരിയ, ആൻഡ് ദ ഷുഗർ ആൻഡ് അമിനോ ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ആൻഡ് അമോണിയാണ് NH3 എന്ന് എഴുതിയിരിക്കുന്നത്. അമോണിയ ആൻഡ് ഓർഗാനിക് ആസിഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് സെറ്റ് ഓഫ് ബാക്ടീരിയ ആൻഡ് ഫൈനൽ സെറ്റ് ഓഫ് ബാക്ടീരിയ ആൻഡ് കെമിക്കൽസ്, and chemicals will convert this carbon dioxide, hydrogen, ammonia and organic acids into what? Biogas, and the content of methane in that biogas will be roughly 55%. So biogas ന്റെ കൂടെ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? It is a solid waste. Solid waste എന്ന് പറയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? We use it as a fertilizer. So it uses microorganism. ഞാൻ പറഞ്ഞല്ലോ ഓക്സിജൻ ഫ്രീ എൻവയൺമെന്റ്, ഓക്സിജൻ ഇല്ലാത്ത. സോ മൈക്രോ ഓർഗാനിസം ഇൻ ഓക്സിജൻ ഫ്രീ എൻവയൺമെന്റ് to break down the organic material. It involves multi-stage process. പല സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത്. So bacteria is used to break down carbohydrates into sugar and amino acids. The next bacteria converts sugar and amino acids into carbon dioxide, hydrogen, ammonia along with organic acids. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. Just I am giving a just brief introduction or what you call explanation. So finally converts these biogas and into biogas and carbon dioxide ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. So the biogas contains 55% of methane, and it can be the solid waste obtained finally can be used as a fertilizer. Okay, ഇതാണ് anaerobic digestion എന്ന് പറയുന്നത്. So next we will see what is fermentation. So fermentation എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. എവിടെയാണോ നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് അവിടെ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താണ്? ഈസ്റ്റിനെ കുറിച്ചാണ് അല്ലെ? ഈസ്റ്റ്.
ഫെർമെന്റേഷൻ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ആണ്. ഇപ്പം ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇതാണ്, അപ്പത്തിന്റെ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഈസ്റ്റ് ഇടൂലേ, സെയിം. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫെർമെന്റേഷൻ. സോ ഇവിടെ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് വാട്ട്, ഈസ്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫെർമെന്റേഷന്റെ പ്രത്യേകത. സോ ഹൗ ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഈസ്റ്റ് ടു കൺവേർട്ട് കാർബോഹൈഡ്രേറ്റ് ഇൻ ടു ആൽക്കഹോൾ. സോ ഇത് ഒരു എന്താണ്, കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു പ്രോസസ്സാണ് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് വാട്ട് വി ഗെറ്റ് ഇസ് ഫൈനലി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്, ആൽക്കഹോൾ ആണ്. ഇവിടെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് വാട്ട് വി ഗെറ്റ് എത്തനോൾ ആൻഡ് വി കോൾ ഇറ്റ് എസ് ബയോ എത്തനോൾ. ബയോ എത്തനോൾ എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈസ്റ്റ് പോലെയുള്ള ബയോളജിക്കൽ റിയേജൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വാട്ട് വി ഗെറ്റ് ഇസ് കോൾഡ് ബയോ എത്തനോൾ. ഓക്കെ, സോ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സി, നമുക്കിവിടെ ഒരു ബയോ, ഇത് വേണമെങ്കിൽ ബയോ വേസ്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, ബയോ വേസ്റ്റ്. സോ അതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കാർഷിക വൃത്തികൾ ചെയ്തതിന് ശേഷം വരുന്ന ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പം അത് സ്ട്രോ എന്ന് പറയുമ്പോൾ എന്താണ്, വൈക്കോലുണ്ടല്ലോ, വൈക്കോലിന്റെ ഒക്കെ ബാക്കി, ചാണകം, ഇതെല്ലാം കൂടെയാണ് നമ്മൾ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്തോട്ട് നമ്മൾ ആദ്യം വാട്ടർ ആഡ് ചെയ്ത് ഇതിനൊരു ലിക്വിഡ് ഫോമിലോട്ട് ആക്കും. ഓക്കെ, ലിക്വിഡ് ഫോമിലോട്ട് ആക്കുന്നതിനെ പറയുന്ന പേരാണ് സ്ലറി എന്ന് പറയുന്നത്. സ്ലറി. ഓക്കെ, സ്ലറി. ആ സ്ലറിയിൽ പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു എന്താണ്, ഫുള്ളി അരഞ്ഞു വരുന്ന ഒരു സ്ലറി അല്ലായിരിക്കും. അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണും. ഓക്കെ, ആ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ല തരി പോലെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആഡ് സം എൻസൈം. സോ എൻസൈംസ് എന്ത് ചെയ്യും, ഈ സോളിഡ് ആയിട്ടുള്ള സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ലിക്വിഡിലോട്ട് അലിഞ്ഞു ചേർക്കും. ഓക്കെ, സോ നമുക്ക് അപ്പം എൻസൈം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനർ ആയിട്ടുള്ള സ്ലറി കിട്ടും. ഈ ഫൈനർ ആയിട്ടുള്ള സ്ലറിയിൽ എഗെയിൻ നമ്മൾ എൻസൈം ആഡ് ചെയ്ത് വാട്ട് വി ജനറേറ്റ് ഈസ് ഷുഗർ. ഓക്കെ, ഷുഗർ ജനറേറ്റ് ചെയ്യും. ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാരയല്ല, ഷുഗർ കണ്ടന്റ് ഉള്ളത്, ഷുഗറിന്റെ ആ കെമിക്കൽ കോമ്പോസിഷൻ ഉള്ളത്. സോ ഈ സ്ലറിയിൽ എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൂക്കോസ്, ഓർ വിച്ച് ഇസ് സിംപ്ലി ക്യാൻ ബി കോൾഡ് ആസ് ഷുഗർ. ഈ ഷുഗറിലോട്ടാണ് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഈ ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷുഗർ കിട്ടും. ഓക്കെ, പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷുഗർ കിട്ടും. ദെൻ ഈ ഷുഗറിനെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കും. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം 48 to 50 hours. ഓക്കെ, 48 to 50 hours. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു അപ്പത്തിന്റെ മാവൊക്കെ അരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് സമയം വച്ചിരിക്കുമല്ലോ. കാരണം എന്താണ്, പുളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ 48 to 50 hours എടുക്കുന്നത്. സോ ഈ 48 to 50 hours എടുക്കുമ്പോൾ നമുക്കൊരു ഫെർമെന്റഡ് ലിക്വിഡ് കിട്ടും. ഓക്കെ, അതായത് ഈസ്റ്റിന്റെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിനെ ഫർദർ ആയിട്ട് നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് വാട്ട്, ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് ബയോ എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേണമെങ്കിൽ ഒരു കാര്യം പറയാവുന്നത്, ഇതിന്റെ ഒരു പർട്ടിക്കുലർ കുറച്ച് സ്റ്റേജസ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ കള്ളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുളിച്ച കള്ളെന്നൊക്കെ പറയത്തില്ലേ, ആ കള്ള് തെങ്ങിൽ നിന്ന് ചെത്തി വരുന്ന ഇതൊക്കെ ഫെർമെന്റ് ചെയ്ത് വരുന്ന ലിക്വിഡ് ആണ്. അതുകൊണ്ടായിരിക്കും അതിന് പുളിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, so that is called fermentation process. So it includes multiple stages. Firstly, the agricultural waste is pulverized. Okay, ഈ pulverized എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു സാധനത്തിനകത്ത് സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. ഇതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആക്കണം. ഓക്കെ, അതിന് പറയുന്ന പേരാണ് പൾവറൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. Pulverization is nothing but breakdown of solid into finer particles. ഫൈനർ ആയിട്ടുള്ള തരിയായിട്ടുള്ള പാർട്ടിക്കിൾസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡിനെ വി കോൾ ഇറ്റ് ആസ് പൾവറൈസേഷൻ.
So the agricultural waste is pulverized and mixed with water to form a slurry. അത് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? എൻസൈംസ് ആർ ദെൻ ആഡഡ് ടു കൺവേർട്ട് ദ സ്ലറി ഇൻ ടു ഫർദർ ഫൈനർ സ്ലറി. എൻസൈം ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആദ്യം എന്താണ്? വാട്ടർ ആഡ് ചെയ്ത് ഈ സോളിഡിനെ ഒരു ലിക്വിഡ് ഫോമിലോട്ട് എത്തുന്നു. അതിനകത്ത് ഫർദർ ആയിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണും. അതിനെ വീണ്ടും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആഡ് എൻസൈം. Then other enzymes are added to convert starches into glucose. Glucose is nothing but sugar. Then ഈ ഷുഗർ സ്ലറി then passed on to fermentation chamber. ഈ fermentation chamber എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 48 മുതൽ 50 മണിക്കൂർ വരെ നമുക്ക് അങ്ങനെ തന്നെ വച്ചിരിക്കണം. അപ്പൊ അതിനൊരു സ്റ്റോറേജ് സ്പേസ് വേണം. അതിനെയാണ് പറയുന്നത് ഫെർമെന്റേഷൻ ചേംബർ. ഈ ഫെർമെന്റേഷൻ ചേംബറിൽ വെച്ചാണ് വി ആഡ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ഇസ് ആഡഡ്. ആഫ്റ്റർ 48 to 50 hours നമുക്കൊരു ഫെർമെന്റഡ് ലിക്വിഡ് കിട്ടും. ഓക്കെ, ഫെർമെന്റഡ് ലിക്വിഡ്. ഇതിനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കുക. ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഒബ്റ്റെയിൻ 2 പ്രോഡക്ട്സ്. നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു ആൽക്കഹോൾ പാർട്ട് കിട്ടും. ആൽക്കഹോൾ പാർട്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ബയോ എത്തനോൾ. ഓക്കെ, ബയോ എത്തനോൾ കിട്ടും. അതിന്റെ കൂടെ സോളിഡ് ആയിട്ടുള്ള കുറച്ച് വേസ്റ്റും കിട്ടും. ആ വേസ്റ്റിന്, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. ഇത് ഈ കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് തന്നെയാണ് ബിയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ് കെമിക്കൽ കൺവേർഷൻ. കെമിക്കൽ കൺവേർഷൻ ആണ് ഇതിലെ ലാസ്റ്റ് മെത്തേഡ്. ബയോ കൺവേർഷൻ ടെക്നിക്കിലെ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ കൺവേർഷൻ. കെമിക്കൽ കൺവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് സിംപ്ലി യൂസിങ് കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ കെമിക്കൽ ഏജൻസ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു ബയോ വേസ്റ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ബയോ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമാസ്. ഇതിനെ നമുക്ക് ഒന്നുകിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്ലെയിമബിൾ എന്ന് പറയുമ്പോൾ കത്തിക്കാൻ പാകത്തിനുള്ള, അപ്പോഴത്തേക്കും നമുക്ക് ബയോ ഗ്യാസ് കിട്ടും. അപ്പൊ അത് നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു പ്രൊഡ്യൂസ് ആൽക്കഹോൾ ഫ്രം ഇറ്റ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ബയോ എത്തനോൾ. അപ്പൊ ഈ ബയോ എത്തനോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഒന്നുകിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത് 2 പ്രോസസ്സേ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്, ഹീറ്റും കെമിക്കലും അപ്ലൈ ചെയ്യുന്നത്, ദെൻ ബയോളജിക്കൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും കെമിക്കലും കൂടെ ആഡ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. ഇവിടെ പ്യുവർലി കെമിക്കൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്യുവർലി കെമിക്കൽ, വേറെ ഒന്നുമില്ല, കെമിക്കൽ മാത്രം ആഡ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് ഈ മെത്തേഡിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. So chemical conversion of biomass involves use of chemical reactions to convert biomass into other forms of usable energy. Other forms എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്കിങ്ങിനാണെങ്കിൽ ഗേഷ്യസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അല്ല ഫ്യൂവൽ ആക്കണമെങ്കിൽ വി കൺവേർട്ട് ടു എ ബയോ എത്തനോൾ അല്ലെങ്കിൽ എത്തനോൾ. സോ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ കൺവേർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോമാസ് ഉണ്ടല്ലോ, ഈ ബയോമാസിലോട്ട് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആൽക്കഹോൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാധനമാക്കി മാറ്റും. ആൽക്കഹോളിന്റെ പ്രസൻസ് ഉള്ള ഒരു സാധനമാക്കി മാറ്റും. എന്താ ചെയ്യുന്നത്? ബയോമാസിലോട്ട് കെമിക്കൽസ് ആഡ് ചെയ്ത് അതിനെ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സാധനമാക്കും, അല്ലെങ്കിൽ അതിനെ കത്തിക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റും. ഓക്കെ, സോ അതാണ് ഈ സെന്റൻസ്. ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ, ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ chemical reaction through which fatty acids from oils, fats and greases, ഇതൊക്കെ ഈ ബയോമാസിനകത്ത് ഉള്ളതാണ്. ഓക്കെ, ആർ ബോണ്ടഡ് ടു ആൽക്കഹോൾ വിച്ച് മേക്സ് ഇറ്റ് കമ്പസ്റ്റബിൾ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വി ആഡ് കെമിക്കൽസ് ടു മേക്ക് ദ ബയോമാസ്
ടു ബി കമ്പസ്റ്റിബിൾ. കമ്പസ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ പാകത്തിനുള്ളത്. സോ കെമിക്കൽസ് ആർ ആഡഡ് ടു കൺവേർട്ട് ദ ബയോമാസ് ഇൻ ടു എ കമ്പസ്റ്റിബിൾ പ്രോഡക്റ്റ്. എന്നിട്ട് നമ്മളെ കമ്പസ്റ്റിബിൾ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവും, കത്താൻ തുടങ്ങും. നമുക്ക് കുക്കിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ടുഡേയ്സ് ക്ലാസ്. ഇത്രയേ ഉള്ളൂ, ഒരു ഷോർട്ട് വീഡിയോ. കാരണം ഇത് മെയിൻലി കംപ്ലീറ്റ്ലി തിയറിയാണ്. അപ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കത്തില്ല. സോ വിൽ മേക്ക് ഇറ്റ് ഇൻ ടു സം 30 minutes വീഡിയോ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ലാസ്റ്റ് വീഡിയോയുടെ സെയിം നോട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. So you go through the notes, and if you have any doubts, you can comment it in our discussion forum in Google Classroom. Okay, so that's it for the day. And as usual, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലത്തെ ഒരു അനൗൺസ്മെന്റ് ചെയ്തതായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഓഗസ്റ്റ് 1 തൊട്ട് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. ലേറ്റ് സബ്മിഷൻ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. സോ ഇതിനോട് സഹകരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യസമയത്തിന് ചെയ്തു തീർക്കുക. അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ, so quiz for the day is available on your screen. Okay, so the question is, the condensed oil obtained from thermochemical conversion is used to produce. അതായത് തെർമോകെമിക്കൽ കൺവേർഷനിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഒരു കണ്ടൻസ്ഡ് ഓയിൽ ഉണ്ട്, അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് യുവർ ഓപ്ഷൻസ് ആർ എ ബയോ എത്തനോൾ, ബി സിൻഗ്യാസ്, സി ബയോകോൾ ആൻഡ് ഡി ബയോഗ്യാസ്. You can comment your answer in the YouTube session, and you have 10 seconds to do that. So your time starts now. Okay, time's up, guys. So that's it. Hope you guys have commented your answer in the correct option. Okay, so thank you guys, and stay safe. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് me or any of the faculties of the department. Okay, so thank you for listening, and we will see in the next video. Thank you. Bye.